ഉപജാപങ്ങൾ നിറഞ്ഞ എല്ലാ പ്രസ്ഥാനങ്ങളിലേക്കും കിരണങ്ങൾ, രശ്മികൾ, ലൈംഗിക കിരണങ്ങൾ വിസർജിച്ചു നിൽക്കുന്ന അതിശക്തമായൊരു വ്യാവസായിക ഉപജാപക വൃന്ദം ആധുനിക ഇന്ത്യയുടെ സ്ഥിരാകേന്ദ്രത്തിലിരുന്ന് ഈ നാടിൻ്റെ ആരോഗ്യത്തെയും ധിഷണയെയും വിദ്യാഭ്യാസത്തെയും സാമാജിക മര്യാദകളെയും കറന്നു തിന്നുന്നുണ്ടോ? ജനശ്രദ്ധയെ പൗരാണികമായ ചിന്തകളിലേക്ക് ആധുനികമായ വ്യാഖ്യാനങ്ങൾ നൽകി അനുകൂലിച്ചും പ്രതികൂലിച്ചും ബുദ്ധിജീവികൾ ഓടുന്നത് ആസൂത്രിതമായി മാത്രമാണ്. പണം സ്വിസ് ബാങ്കിൽ കൊണ്ടുപോയിട്ടാലും പണം പുറത്തേക്ക് ഒഴുകിയാലും പ്രശസ്തിയുടെ കൊടുമുടികളിലേക്ക് വ്യക്തികളെ വളർത്തിക്കൊണ്ടുവരുമ്പോഴും വളരെ സൂക്ഷ്മമായി അന്വേഷിച്ചാൽ വളരെ ശക്തമായ ലൈംഗികതയുടെ ഉത്സർജനം കാണാം. നമസ്കാരം സ്വാമിജി. സ്വാമിജി, കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു അന്യതാകാമത്തിൻ്റെ ഒരു ഏരിയയിൽ ഏഷണകൾ, പുത്രേഷണിയും ധാരേഷണിയും ഊന്നുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോയത്. നമുക്കതുവഴി തന്നെ പോകാം. അതിൽ മര്യാദാമസൃണമായി പറയുമ്പോഴുള്ള ഒരുവൻ്റെ ഭാര്യയോട്, അവൻ്റെ പുത്രനോട് ഒക്കെ വരുന്ന അവൻ്റെ ഒരു കാമത്തിൻ്റെ, അവൻ്റെ ലൈംഗികതയുടെ ഉപോൽപ്പന്നമായി ജനിച്ച കുഞ്ഞിനോട്, അതിന് ജനിച്ച കുഞ്ഞിനോട്, അങ്ങനെ പരമ്പരയാ പോകുന്ന ഒരു കാമത്തിലേക്ക് അവൻ്റെ സകല സമ്പാദ്യങ്ങളും, അവൻ്റെ സകല അറിവും, അവന് ലോകത്ത് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ള സകല പ്രശസ്തിയും സമർപ്പിക്കുന്നു എന്നൊന്ന് എടുത്തു നോക്കുക. ഭയങ്കര അതിശയമാണ് സ്വാമിജി അങ്ങനെ ചിന്തിക്കുമ്പോൾ. അതല്ലേ ഇപ്പോൾ സംഭവിക്കുന്നുള്ളൂ എന്ന് തോന്നിപ്പോവാണ്. എന്തിനാണിത് എന്ന് പോലും തോന്നിപ്പോവാണ് ചിലപ്പോൾ. ഇത് മാതൃകാപരമായി ഒരു നിയമപരമായ ഒരു വ്യവസ്ഥയ്ക്കുള്ളിൽ കുടുംബജീവിതം എന്ന് പറഞ്ഞ് ചെയ്യുന്ന ഇതിനു വേണ്ടിയാണ് അവൻ്റെ പ്രശസ്തിക്കുള്ള ഓട്ടവും ധനത്തിനുള്ള ഓട്ടവും എല്ലാം എന്ന് അംഗീകരിക്കാതെ മറച്ചു വെച്ചോടുന്ന ഒരു കള്ളൻ്റെ മാനസിക വ്യാപാരങ്ങളും അവൻ്റെ ശാരീരികമായ ഭാഷകളും അവൻ്റെ കോശങ്ങളിൽ നടക്കുന്ന കാലപ്രവാഹങ്ങളും എന്തെല്ലാം സംഭ്രമങ്ങളെ നിത്യനിരന്തരമായി ഉണ്ടാക്കും. ഇതാണ് രോഗചിന്തനത്തിൽ പ്രധാനപ്പെട്ടത്. ഇത് വ്യവസ്ഥാപിതമായ ഭാര്യാഭർത്തൃബന്ധത്തിലും പുത്രബന്ധത്തിലുമുള്ളതാണ്. വിവാഹം കഴിക്കാതെയോ ബ്രഹ്മചര്യത്തിൻ്റെ മഹത്വം പറഞ്ഞോ സന്യാസത്തിൻ്റെയോ പൗരോഹിത്യത്തിൻ്റെയോ മഹത്വം കാണിച്ചോ പോകുന്നവർ ഇത്തരമൊരു കാമത്തിലൂടെ തൻ്റേതായ എല്ലാത്തിനെയും സമർപ്പിക്കുവാൻ വെമ്പൽ കൊള്ളുകയും അത് മഹത്തരമാണെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു ലോകവും, വ്യവസ്ഥാപിതമായി കാമത്തിനു വേണ്ടി ഭാര്യയും മക്കളും ഉണ്ടായിരിക്കുമ്പോൾ താൽക്കാലികമായി ശത്രു രാജ്യമോ ശത്രുക്കളോ തൻ്റെ രഹസ്യം ചോർത്തുവാൻ ആഗ്രഹിക്കുന്നവരോ ശാസ്ത്രകാരൻ്റെ അടുക്കൽ, ഭരണാധികാരിയുടെ അടുക്കൽ നിയോഗിക്കുന്ന സ്ത്രീയെയോ പുരുഷനെയോ ഉപയോഗിച്ചുള്ള ഒരു കാമത്തിലൂടെ ഉണ്ടാക്കുന്ന ലോകങ്ങൾ. അത് ഭീകരമാണ് സ്വാമിജി, ഭീകരമാണ്. കാരണം നമ്മുടെ വർത്തമാനകാലത്ത് ഇത്തരം ഒരുപാട് സംഭവങ്ങൾ. ജനാധിപത്യത്തിൽ ഇതൊന്നും ഉണ്ടാവില്ലെന്നും രാജാധിപത്യത്തിൽ മാത്രമേ രാജാവിനെ പ്രലോഭിപ്പിക്കുവാൻ സ്ത്രീയെ വിട്ടു പ്രലോഭിപ്പിച്ച് സ്ത്രീ കഴിച്ച വിഷങ്ങൾ കൊണ്ട് രാജശരീരത്തിലേക്ക് ലൈംഗിക ബന്ധം വഴി വിഷം കടത്തിവിട്ട് രാജാവിനെ കൊന്നും രാജ്യം പിടിക്കാം എന്നു തുടങ്ങിയ സംവേഗങ്ങളുള്ളൂ എന്ന് ധരിക്കുമ്പോൾ ജനാധിപത്യ സംവിധാനത്തിലെ
ഇതുപോലുള്ള ഒരുപാട് കഥകൾ. ഇന്ന് നിലനിൽക്കുന്ന രാജ്യങ്ങളിൽ വിരാജിക്കുന്ന പുരുഷന്മാരായും തരുണീമണികളായുമുള്ള ഒട്ടേറെ പേർ ഭരണത്തിൻ്റെ അന്തഃപുരങ്ങളിൽ ഉപജാപങ്ങൾ സൃഷ്ടിക്കുന്നത് എത്രയായിരിക്കും? ശരിയാണ് സ്വാമിജി. എതിർപ്പ് തോന്നുന്നവൻ പോലും പുറത്തുനിന്ന് എതിർത്തിട്ട് ഭരണത്തിലേക്ക് കയറുമ്പോൾ ഇന്നലെ അവൻ എതിർത്ത ഭരണസിരാകേന്ദ്രത്തിൽ കടന്നു കയറിയിരിക്കുന്ന അവൻ്റെ മുമ്പുള്ളവനെ ചവച്ചു തുപ്പി ഇറക്കിക്കളഞ്ഞ ഉപജാപങ്ങളിൽ തന്നെ ചെന്നു വീഴുന്നത് എന്തുകൊണ്ടാണ്? സമസ്യ തന്നെയാണല്ലേ സ്വാമിജി അത്. ഇന്ത്യയുടെ ജനാധിപത്യ ഭരണത്തിൻ്റെ ഈടുവയ്പ്പുകളിൽ ജനാധിപത്യത്തിൻ്റെ ഭരണസിരാകേന്ദ്രങ്ങളുടെ അന്തഃപുരങ്ങളിൽ അതിസങ്കീർണങ്ങളായ സെക്സിൻ്റെ ഉപജാപങ്ങൾ രാഷ്ട്രത്തിൻ്റെ ശരീരത്തെയും ജനതയുടെ ശരീരത്തെയും സാമൂഹികമായും സാംസ്കാരികമായും ആരോഗ്യപരമായും കാർന്നു തിന്നുവാൻ പര്യാപ്തത്തിന് നിലനിൽക്കുന്നുണ്ടോ? പരമ്പരാരൂപമായി സോഷ്യലിസത്തിൻ്റെയും കമ്മ്യൂണിസത്തിൻ്റെയും വാചകമേളകൾ മാത്രം ഉതിർക്കുന്ന രണ്ട് പ്രമുഖ ദേശീയ പ്രസ്ഥാനങ്ങളും അവയുടെ വഴി തെറ്റാണ് എന്ന് പറഞ്ഞ ആർഷ സംസ്കൃതിയുടെ പേരിൽ ഊറ്റം കൊണ്ട് കടന്നുവന്ന ദേശീയ പ്രസ്ഥാനവും ഭരണത്തിൻ്റെ രംഗവേദിയിലേക്ക് വരുമ്പോൾ മാറ്റമില്ലാതെ പിന്തുടരുന്നത്. സത്യത്തിൽ കേവല ഒരു വ്യക്തി നിഷ്ഠം മാത്രമല്ല അല്ലേ സ്വാമിജി, സാമൂഹ്യമായ ഒരു വലിയ ഒരു പരമ്പര എന്ന് പറയുമ്പോഴാണ് അതിൻ്റെ ഒരു ഉപജാപങ്ങൾ നിറഞ്ഞ എല്ലാ പ്രസ്ഥാനങ്ങളിലേക്കും കിരണങ്ങൾ, രശ്മികൾ, ലൈംഗിക കിരണങ്ങൾ വിസർജിച്ചു നിൽക്കുന്ന അതിശക്തമായൊരു വ്യാവസായിക ഉപജാപക വൃന്ദം ആധുനിക ഇന്ത്യയുടെ സിരാകേന്ദ്രത്തിലിരുന്ന് ഈ നാടിൻ്റെ ആരോഗ്യത്തെയും ധിഷണയെയും വിദ്യാഭ്യാസത്തെയും സാമാജിക മര്യാദകളെയും കറന്നു തിന്നുന്നുണ്ടോ? തീർച്ചയായും സ്വാമിജി. എനിക്കിപ്പോൾ തോന്നുന്ന ഒരു കാര്യം എന്താണെന്നറിയോ സ്വാമിജി, ഇത്രയും സൂക്ഷ്മമായിട്ട് ഒരു പരമ്പര എന്ന പോലെ മാറി മാറി ആര് പോയി കഴിഞ്ഞാലും ഇരയാകുന്ന ഒരു അഗ്നിയെ പോലെ പ്രവർത്തിക്കുന്ന ഈ സെക്സിനെ കുറിച്ചുള്ളൊരു പഠനം തരുമ്പോൾ സെക്സ് വർക്കേഴ്സ് എന്ന് പറയുന്നത് എത്രമാത്രം പാവപ്പെട്ടവരുടെ വളരെ നിസ്സാരമായ ആഹാരം, എത്ര ചെറിയ കാര്യം, ഒരു നേരത്തെ ആഹാരത്തിന് വലിയ സംഭവമായിട്ട് തോന്നുന്നു സ്വാമി. മറിച്ച് അതിനെയൊക്കെ വലുതായി പിടിക്കുന്നത് പഴമയിലെ ദേവദാസി സമ്പ്രദായങ്ങളൊക്കെ തെറ്റായിരുന്നുവെന്ന് പറഞ്ഞ് അകത്തി പണികളിലൂടെ രാജ്യം മറിക്കുന്നതിന് വേണ്ടിയാണ്. ജനശ്രദ്ധയെ പൗരാണികമായ ചിന്തകളിലേക്ക് ആധുനികമായ വ്യാഖ്യാനങ്ങൾ നൽകി അനുകൂലിച്ചും പ്രതികൂലിച്ചും ബുദ്ധിജീവികൾ ഓടുന്നത് ആസൂത്രിതമായി മാത്രമാണ്. പാരമ്പര്യ പ്രേഷിതങ്ങളായിരിക്കുന്ന പാരമ്പര്യ ചൈതന്യങ്ങളെ അനുകൂലിക്കുന്നവരെന്ന വ്യാജേനയും അതിനെ എതിർക്കുന്നവരെന്ന വ്യാജേനയും പെരുമാറുന്നവരെല്ലാം ഒരിടത്താണ്
നിലകൊള്ളുന്നത് എന്നതുള്ളതാണ് സത്യം. ആ സത്യം തിരിച്ചറിയുമ്പോഴാണ് ഇതിൻ്റെ വ്യാപ്തി ബോധ്യമാവുന്നത്. അതെ സ്വാമിജി. ഇവിടെയെല്ലാം പണം സ്വിസ് ബാങ്കിൽ കൊണ്ടുപോയിട്ടാലും പണം പുറത്തേക്ക് ഒഴുകിയാലും പ്രശസ്തിയുടെ കൊടുമുടികളിലേക്ക് വ്യക്തികളെ വളർത്തിക്കൊണ്ടുവരുമ്പോഴും വളരെ സൂക്ഷ്മമായി അന്വേഷിച്ചാൽ വളരെ ശക്തമായ ലൈംഗികതയുടെ ഉത്സർജനം കാണാം. അതാണിതിനെ വളർത്തിക്കൊണ്ടിരുന്ന വാഹക ശക്തികളിൽ ഒന്നാമത്തത്. സ്വാമിജി പറഞ്ഞു കേൾക്കുമ്പോൾ പേടിയാവുന്നല്ലോ സ്വാമിജി. നമ്മുടെ ഒരുപാട് ബിംബങ്ങൾ, സാമൂഹ്യമായിട്ടുള്ള ഒരുപാട് ബിംബങ്ങൾ അത് നിങ്ങൾ ശരിക്കും അന്വേഷിക്കുക. ഇടയ്ക്കിടയ്ക്ക് ജനം ഇത് മനസ്സിലാകുമെന്ന് തോന്നുമ്പോൾ അവരുടെ ഈ ലോകം തൃപ്തിപ്പെടുവാൻ അവിടെ വിരാജിക്കുന്നതിൽ നിന്ന് നിസ്സാരന്മാരായ ഒന്നിനെ മാധ്യമങ്ങൾ എടുത്തെറിഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ വരുന്ന കഥകളാണ് സന്തോഷ് മാധവനും അഭയയും കുന്തവും കുടച്ചക്രവും ഒക്കെ. ആസൂത്രിതമായ കച്ചവടക്കാരനു വേണ്ടി കൃത്യമായി ഒരുക്കപ്പെട്ട വ്യാവസായിക പ്രാധാന്യമുള്ള ഒരു ലൈംഗികതയുടെ വാഹക ശക്തിയെ മറച്ചു വെച്ചുകൊണ്ട് അതിൽ താല്പര്യമുള്ള ജനതയ്ക്ക് സർവാണി സദ്യക്ക് ഇട്ടുകൊടുക്കുന്നത് പോലെ കൊടുത്ത് അവരെ കൂടെ ഇതിലേക്ക് ഒതുക്കി നിർത്തുന്നതിന് വേണ്ടി മാധ്യമങ്ങൾ ചേർന്ന് കളിക്കുന്ന കളി മാത്രമാണ് ഇടയ്ക്കൊക്കെ പ്രത്യക്ഷപ്പെടുന്ന എല്ലാ ചെറിയ ചെറിയ വിവാദങ്ങൾ ഉൾക്കൊള്ളുന്ന ലൈംഗിക വിവാദങ്ങൾ. വൈയക്തിക ആരോഗ്യം മുതൽ സാമൂഹിക ആരോഗ്യം വരെയും, വൈയക്തിക സാംസ്കാരികത മുതൽ സാമൂഹിക സാംസ്കാരികത വരെയും വേരോടെ പിഴുതെടുക്കുവാൻ പോന്നതാണ് ഈ രംഗം. അതിനെ നാം അതിനിസ്സാരമായി കൈകാര്യം ചെയ്യുമ്പോഴാണ് ചരകനും സുശ്രുതനുമൊക്കെ മാനവ ആരോഗ്യത്തിൽ ഇതിൻ്റെ ശക്തി വളരെ വലുതാണെന്ന് പറഞ്ഞത്. ആരോഗ്യരംഗം കൂടി ഈ കണക്കിലേക്ക് വ്യാവസായികമായി വളർത്തുമ്പോൾ, അതെ സ്വാമിജി, ഞാൻ ആലോചിക്കുകയാണ്, പല ശേഷികളും ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് പ്രത്യക്ഷപ്പെട്ടു അതിൻ്റെ കച്ചവടങ്ങൾ വളരെ വലുത്. അതെ അതെ. അതിനേക്കാൾ കൂടുതൽ സ്ത്രീ പുരുഷനെ തടവുന്ന കേന്ദ്രങ്ങൾ, സ്ത്രീയെ പുരുഷൻ തടവുന്ന കേന്ദ്രങ്ങൾ, അതിലെന്തിരിക്കുന്നു, അതൊക്കെ സാംസ്കാരികമായ വികാസമല്ലേ എന്ന ചിന്തകൾ, സ്കൂൾ കുട്ടികളുടെ ഇടയിൽ വളരെ താഴ്ന്ന തലം മുതലുള്ള സഹവാസ ക്യാമ്പുകൾ, ടൂറുകൾ, വളരെ പദ്ധതികൾ, ഇവൻ്റെ ഏകാഗ്രത കളയുന്ന, പഠനം നിർത്തേണ്ടി വരുന്ന, ഇവനെ സംഭ്രാന്തനാക്കുന്ന, ഇവൻ്റെ ഉള്ളറകളിലേക്ക് പക്വമാകാത്ത ലൈംഗികതയിലൂടെ വളർത്തിക്കൊണ്ടുവരുവാൻ പോന്ന ഒട്ടേറെ സങ്കേതങ്ങൾ, ഇവയെ ആസ്പദമാക്കി രൂപാന്തരപ്പെടുത്തിയ കൃത്യതയോടുകൂടിയ ആധ്യാത്മിക അനുഷ്ഠാനങ്ങൾ ഇവ വരെ ഇന്നുണ്ട്. അതിസങ്കീർണമായി ലോകം. തീർച്ചയായും സ്വാമിജി. അതിനെ വളരെ ചെറുതായി പറഞ്ഞിട്ട് കാര്യമില്ല, ഒരിക്കലും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം അന്യഥാകാമമെന്ന് പറയുമ്പോൾ അതിൽ മുഖ്യ സ്രോതസ്സായി നിൽക്കുന്നത് തന്നിൽ രൂപാന്തരപ്പെടുന്ന അതിലൈംഗികതയാണ്. പുറം ലോകം മുഴുവൻ അതാണ്. കൊണാർക്ക് ക്ഷേത്രത്തിലേക്ക് ചെന്ന് അകത്തിരിക്കുന്ന സൂര്യനെ മറയ്ക്കുന്നത് മുഴുവൻ രതിചിത്രങ്ങളാണ്. ക്ഷേത്രത്തിൻ്റെ 4 ചുറ്റും നടന്നാൽ രതിചിത്രങ്ങളേ ഉള്ളൂ.
ശരിയാണ് സ്വാമിജി. പോയിട്ടുണ്ടോ? പോയിട്ടുണ്ട്. പുരുഷൻ പുരുഷനോടും സ്ത്രീ സ്ത്രീയോടും സ്ത്രീ പുരുഷനോടും സ്ത്രീ മൃഗത്തോടും പുരുഷൻ മൃഗത്തോടും ഒക്കെ നടത്തുന്ന ലൈംഗിക കേളികൾ അതെ, കണ്ടിട്ടുണ്ടാവുക ചിത്രം? കണ്ടിട്ടുണ്ട് സ്വാമിജി. വളരെ 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 കാലം മുമ്പ് മാനവ ജീവിതം ഇരുട്ടിലാണെന്ന് പറഞ്ഞിരുന്നു എന്ന് പാശ്ചാത്യർ പറയുന്ന യുഗങ്ങളിൽ ചമച്ചു വെച്ച ചിത്രങ്ങൾ, അതെ, കരിങ്കല്ലിലെ കവിതകൾ, അതെ, ട്രൂ. ട്രൂ. അവയെ അങ്ങനെ നോക്കി നിങ്ങൾ നടന്നാൽ അതിൽ താല്പര്യം ജനിക്കും തോറും നിങ്ങൾ നിങ്ങളുടെ അന്തർസൂര്യനിൽ നിന്ന് അകന്നു പോവുകയാണ് ചെയ്യുന്നത്. അതെ, ശരിയാണ് സ്വാമിജി. മനുഷ്യ, നിനക്കൊരു കണ്ണേ ഉള്ളൂ, ഒരു വാതിലേ ഉള്ളൂ തുറന്നു വച്ചിരിക്കുന്നത്. ബാക്കിയുള്ള എല്ലാ വാതായനങ്ങളും പുറത്തേക്ക് തുറന്നു വച്ചിരിക്കുന്നു. നിന്റെ അന്തർനേത്രം തുറന്നൊന്ന് നോക്കിയാൽ നിനക്ക് ആത്മസൂര്യനെ കാണാം. ആ സൂര്യൻ്റെ കിരണത്തിൽ മാത്രമാണിതെല്ലാം നിലനിൽക്കുന്നത്. നിന്റെ ജീവനെന്ന സമഞ്ജസ സത്യത്തിലാണ് ഈ വിഷയവിശിഷ്ടമായ ലോകം നിലനിൽക്കുന്നത്. നീ നിന്റെ എല്ലാ കണ്ണുകളും അടയ്ക്കുക. നീ ആ ശ്രീകോവിലുള്ളിലേക്ക്, ആ ഗർഭഗൃഹത്തിലേക്ക് നോക്കുക. അതാണ് നീ. അത് നിന്റെ സ്വരൂപമാണ്. അത് അസ്തമിക്കാത്ത നിന്റെ സൂര്യനാണ്. ആ സൗര തേജസ്സാണ് നിന്റെ ജ്ഞാനം. അതിൽ നിന്നുള്ള കിരണങ്ങൾ കൊണ്ടാണ് ഈ പുറം ലോകം നീ കാണുന്നത്. നിന്റെ ജീവനൊന്ന് അസ്തമിച്ചാൽ പിന്നെ നിനക്ക് ആഹാരമില്ല, പിന്നെ നിന്റെ ഇന്ദ്രിയങ്ങൾക്ക് പ്രകാശമില്ല, പിന്നെ നിനക്ക് സംവേദനശേഷികളില്ല, പിന്നെ നീ ഈ ലോകം കാണുന്നില്ല. കാണേണ്ട ഒന്നിനെ മാത്രം കാണാതെ വീണ്ടും വീണ്ടും കാഴ്ചകൾക്ക് പിന്നാലെ പോകുന്ന, നിന്നിൽ പ്രസരിക്കുന്ന, കാഴ്ച കാണിക്കുന്ന ആ രശ്മികൾ മുഴുവൻ ആ ആത്മസൂര്യനിൽ നിന്ന് പ്രകടമാകുന്നതാണ്. അതാണ് സത്യം, അതാണ് ധർമ്മം, അതാണ് നിന്റെ ധാരകശക്തി. അതിനെ മറന്ന് ഈ പുറം ലോകം നീ കണ്ട് രതി പൂണ്ട് നടക്കുമ്പോഴെല്ലാം ഓരോ നിമിഷവും നിന്റെ ഓജസ് ക്ഷയിച്ച് നീ രോഗിയായി മൃത്യുവിന് വശംവദനാകാൻ പോവുകയാണ്. നിനക്കത് ആരോഗ്യം തരികയല്ല പുത്ര എന്ന് ഒരു വല്ലാത്ത അറിവിൻ്റെ ഒരു യുഗം തുറന്നു കിട്ടുകയാണ്. തീർച്ചയായും സ്വാമിജി. ഇതാണ് കൊണാർക്കിൽ ചെന്നാൽ നിങ്ങൾ കാണുന്നത്. ഇത് അന്ന് വരച്ചു വെച്ചതാണ്. മറിച്ച് ആധുനിക ശാസ്ത്രമാസികകൾ, ആധുനിക ഡിറ്റക്റ്റീവ് നോവലുകൾ, ആധുനിക വെബ്സൈറ്റുകൾ, ആധുനിക സിനിമകൾ, സീരിയലുകൾ, BSNL വഴി അയക്കുന്ന SMS-കൾ, ഇതെല്ലാം പുറത്തേക്ക് നിങ്ങളെ തുറക്കുക. ഒരു പത്രം അതിൻ്റെ കോപ്പി കൂട്ടുന്നത് ലോകത്തെ ഏറ്റവും സെക്സിയായ നടിയുടെ അർത്ഥനഗ്നമായ ചിത്രം ഫ്രീ ആയി തരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വരെയായി വളർന്നിരിക്കുന്നു. അതെ സ്വാമിജി, അതെ. നിശാഗന്ധികൾ പൂത്തു നിൽക്കുന്നുവെന്ന് പറയേണ്ടി വരും. അതെ സ്വാമിജി. വളരെ അപകടകരമായൊരു യാത്രയാണ്. ആരോഗ്യത്തെ കരുതുന്നുവെങ്കിൽ അന്യഥാകാമം ആരോഗ്യത്തിൻ്റെ രംഗവേദിയിലെ ഏറ്റവും ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളിലൊന്നാണ്. തീർച്ചയായും സാമൂഹിക ആരോഗ്യത്തിൽ, വൈയക്തിക ആരോഗ്യത്തിൽ, കൗടുംബിക ആരോഗ്യത്തിൽ.
അങ്ങ് ഗൃഹസ്ഥനാണ്. തീർച്ചയായും സ്വാമിജി. ഭാര്യയും കുട്ടികളുമുണ്ട്. കുട്ടികൾ 2. അങ്ങയ്ക്ക് ഭാര്യ എന്നതിന് വെളിയിൽ അങ്ങയുടെ പ്രവർത്തന മണ്ഡലത്തിൽ, അങ്ങയുടെ തൊഴിൽ മേഖലയിൽ, അങ്ങയുടെ സാമൂഹിക മേഖലയിൽ, അങ്ങയുടെ രാഷ്ട്രീയ മേഖലയിൽ, ഇവിടെ എവിടെയെങ്കിലും ലൈംഗികതയുടെ ചുവയുള്ള ഒരു ബന്ധമുണ്ടെന്ന് ഇല്ല എന്നിരിക്കെ പോലും, അങ്ങനൊന്നില്ല, ആ ഇല്ലാതിരിക്കെ പോലും ഉണ്ടെന്ന് അങ്ങയുടെ മക്കളോ ഭാര്യയോ കേട്ടറിഞ്ഞാൽ അവരുടെ ആരോഗ്യം, കേട്ടറിയുമ്പോൾ ഈ കേട്ടറിവ് പോലും അവരുടെ ആരോഗ്യത്തെ നന്നാക്കുമോ, നശിപ്പിക്കും സ്വാമിജി. ഇതിന് വൈദ്യശാസ്ത്രം പഠിക്കണം? ഒരിക്കലും വേണ്ട. ഇത് ഏത് കോമൺ സെൻസുള്ള മനുഷ്യനും അറിയാം. അങ്ങയുടെ കുട്ടികൾക്ക് നാളെ മുതൽ ഉറക്കം കുറയും. അങ്ങയുടെ കുട്ടികളുടെ ആരോഗ്യസ്ഥിതിയെ ഇത് കുറേശ്ശെയെങ്കിലും കാർന്നു തിന്നും. ഒരു ഭാഗത്ത് തൻ്റെ അച്ഛനെ ന്യായീകരിക്കുവാൻ കാര്യങ്ങളെ ലോകത്തോട് പറഞ്ഞ് വിജയിച്ചുവെന്ന് വരുത്തുമ്പോഴും അന്തർസംഘർഷം കുറയുമൊന്നുമില്ല. തീർച്ചയായും സ്വാമിജി. എത്ര വാശിയിലത് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുവോ അത്ര കണ്ട് കോശങ്ങൾക്ക് ആരോഗ്യം നഷ്ടപ്പെടും. എത്ര കണ്ടത് വിശ്വസിക്കുന്നുവോ അത്രയും ആരോഗ്യം നഷ്ടപ്പെടും. എത്ര കണ്ട് അത് അവിശ്വസിച്ചിട്ട് അങ്ങനെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞ് ഏകാന്തതയിലിരിക്കുമ്പോഴും ഉണ്ടോ എന്ന് സംശയിക്കുമ്പോൾ ആരോഗ്യം നഷ്ടപ്പെടും. തീർച്ചയായും. ഇതൊന്നും ചെയ്യാത്ത ഞാനിത് കേട്ടല്ലോ എന്ന് വിചാരിക്കുമ്പോൾ അങ്ങയുടെ ആരോഗ്യം നഷ്ടപ്പെടും. ഇതൊരു വേള ഭാര്യ അറിഞ്ഞാൽ ഇനി ഒരിക്കലും നിങ്ങളിൽ രതിയുണ്ടാകുവാൻ പറ്റാത്ത വിധം ഫ്രിജിഡിറ്റി വന്ന് ഹോർമോണുകൾ താറുമാറായി തീരും. ഇങ്ങനെ തീരാതിരിക്കുന്നുവെങ്കിൽ വ്യാവസായിക പ്രാധാന്യമുള്ള മറ്റൊരു രതി കൊണ്ട് ഒരു രാഷ്ട്രം നശിപ്പിക്കുവാനോ ഒരു വ്യക്തിയെ നശിപ്പിക്കുവാനോ ഒരു കുടുംബത്തെ നശിപ്പിക്കുവാനോ ഇറങ്ങിത്തിരിച്ച വ്യവസായിയുടെ കയ്യിലെ താൽക്കാലികാവസ്ഥയിലുള്ള ലൈംഗികതയുടെ ചട്ടുകത്തിന് മാത്രമേ കഴിയൂ.